എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് സെപ്റ്റംബർ 23 ട്യൂസ്ഡേ. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്ന് ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിൽ തുടങ്ങി അല്പം താഴത്തേക്ക് വന്നു. പക്ഷേ പിന്നീടൊരു വണ്ടർഫുൾ റിക്കവറിയാണ് നമുക്ക് കണ്ടത്. ലാസ്റ്റ് ചെറിയ ഒരു റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ നടന്നത്. പ്രധാനമായും GST അടിസ്ഥാനമാക്കി ഏറ്റവും പുതിയ പരിഷ്കാരങ്ങളുടെ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ GST അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും പുതിയ പരിഷ്കാരങ്ങളുടെ സപ്പോർട്ടിൽ ഡൊമസ്റ്റിക് ഡിമാൻഡിൽ ഉണർവ് ഉണ്ടാകും എന്ന് നിക്ഷേപകർ കരുതി. അതുപോലെ തന്നെ വരാനിരിക്കുന്ന India-US ട്രേഡിംഗ് ഡീലുകളെക്കുറിച്ചുള്ള ഒരു ഗുഡ് ന്യൂസ് ആവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടുതൽ മാർക്കറ്റിനെ മെച്ചപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു കാരണം ബോട്ടം ലെവലിൽ നിന്ന് കൂടുതൽ ബയ്യിങ് പ്രഷർ ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൻ്റെ ഈ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ FIers ഇത്രത്തോളം കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും DIers ആ ഒരു ബയ്യിങ് മാർക്കറ്റിന് കരുത്തേകിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൊമസ്റ്റിക് ലിക്വിഡിറ്റി അടിവര ഇടാൻ തക്കതാണ് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല ഇന്ന് നിഫ്റ്റി 20 days EMAക്ക് അടുത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 10 days EMAക്ക് സമീപമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 50 days EMAക്ക് മുകളിൽ 24,900 മുകളിൽ നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം പോസിറ്റീവായി തുടരുമെന്നാണ് കരുതുന്നത്. എന്നാൽ കണ്ടിന്യൂ ബയ്യിങ് സെഷനുകൾക്ക് ശേഷം ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ ഉയർന്നു വന്ന സ്ഥിതിക്ക് 25,300 അതുപോലെ തന്നെ 25,400 സോണിൽ നമുക്ക് കാര്യമായൊരു കോൾ റേറ്റിംഗ് കാണപ്പെട്ടിട്ടുണ്ട്. ഇത് കുറച്ച് കാലത്തേക്കൊരു കൺസോൾട്ടേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി 25,100 ടു 25,400 അല്ലെങ്കിൽ 25,400 ഈ ഒരു ലെവലിൽ ട്രേഡിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 25,100 ഒരു സ്ട്രോങ് സപ്പോർട്ടും 25,400 ഒരു റെസിസ്റ്റൻസുമായിട്ട് ആവാൻ സാധ്യതയുണ്ട്. ഇന്ന് ഏതായിരുന്നാലും ഒരു സ്ലൈറ്റ്ലി റെഡിൽ ക്ലോസ് ചെയ്ത മാർക്കറ്റിൽ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം 57 പോയിൻ്റ് നെഗറ്റീവിൽ 82,102 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 32 പോയിൻ്റ് നെഗറ്റീവിൽ 25,169 ക്ലോസ് ചെയ്തു. ഒരു സമയത്ത് സെൻസെക്സ് 81,777 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു റിക്കവർ നടത്തിയത്. അതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,085 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും 25,260 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് പോയത്. പിന്നീടാണ് 25,169 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ട്രെൻഡ്, ടെക് മഹീന്ദ്ര, SBI ലൈഫ്, അൾട്രാടെക് സിമെൻറ്റ്, HUL, HDFC ലൈഫ്, നെസ്ലെ, ഏഷ്യൻ പെയിൻറ്റ്സ്, സിപ്ല, ഗ്രാസിം, മെറ്റേണൽ, ഹീറോ മോട്ടോകോപ്പ് എന്നിവയാണ് ഇന്ന് നിഫ്റ്റി ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. 2.5% വരെയാണ് ഇവ ഇടിഞ്ഞിരുന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് അതുപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പും ഏകദേശം 0.5% ഇടുകയാണ് ചെയ്തത്. സെക്ടറൽ ബേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി FMCG ഇൻഡെക്സ് 1% ഇടിഞ്ഞു. അതുപോലെ തന്നെ നിഫ്റ്റി റിയാലിറ്റിയും IT-യും നെഗറ്റീവിൽ തന്നെയാണ്. നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് എന്നിവ ഓരോന്നിനും 1% നേട്ടമാണ് ഉണ്ടാക്കിയത്. സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളും പറഞ്ഞിരുന്നില്ല. കാരണം ഔട്ട്ഡോർ പ്രോഗ്രാമിലായതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായി മാർക്കറ്റിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും നാളെ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറയുകയാണ്. നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാളെ റെസിസ്റ്റൻസ് ആയിട്ട് 25,265 സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് തന്നെ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. 25,130. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ സപ്പോർട്ടായിട്ട് 55,410 അല്ലെങ്കിൽ 55,415 ആ റേഞ്ചിൽ സപ്പോർട്ടും അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ 55,665. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത്
ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യുക. നാളെ ഇവ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് എൻട്രി എടുത്ത് പോകാം. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.